ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എൻ്റെ മഹത്വത്തിന് വിലയുണ്ടാകുകയില്ല. നമ്മളൊക്കെ ഈ പൊങ്ങച്ചം പറയുന്ന ആൾക്കാരാണ്. ഞാനുണ്ടായത് കൊണ്ടാണ് നടന്നത്, ഞാനുള്ളപ്പോഴാണ് അങ്ങനെയൊക്കെ ചെയ്തത്, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. ഇത് വെറുതെയാണ് കേട്ടോ. നമ്മളൊന്നില്ലെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കും. ഞാനിപ്പോൾ ഇവിടെ വിശുദ്ധ കുർബാനയ്ക്ക് അല്ലെങ്കിൽ വേറൊരു അച്ഛൻ കുർബാനയ്ക്ക് വരും. നമ്മളിവിടെ ഇല്ലെങ്കിൽ വേറൊരാൾ കണക്കെഴുതും. നമ്മളിവിടെ പാടാനില്ലെങ്കിൽ വേറൊരാൾ പാടും. നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് അങ്ങനെയാണ്. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ ആയിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ദൈവം എന്നിലൂടെ പ്രവർത്തിക്കുന്നത് കൊണ്ട് നമ്മിൽ ഈ കാര്യം ചെയ്യാൻ പറ്റിയെന്ന് മാത്രം ചിന്തിക്കുക. നമ്മുടെ എപ്പോഴും സംസാരിക്കുമ്പോൾ ഞാൻ എന്ന വാക്ക് നമ്മളിങ്ങനെ ഉച്ചരിക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക, അത് വലിയൊന്നില്ല സ്ഥാനത്തിന്. നമ്മൾ സ്വയം ഇല്ലാതാവുകയാണ്. ഈ പൊങ്ങച്ചം പറച്ചിൽ സ്വയം ഇല്ലാതാക്കുകയാണ്. നമ്മുടെ ചിലരുടെ സംസാരത്തിൽ പറയുമ്പോൾ ഞാനുണ്ടായതുകൊണ്ട്, ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ട്, ഞാനായാണ് എല്ലാത്തിനും കാരണം, ഞാനില്ലെങ്കിൽ അതൊക്കെ നശിച്ചു പോകും. ഒക്കെ വെറുതെയാണ്. ദൈവം എന്തെങ്കിലുമൊക്കെ കരുതി വെച്ചിട്ടുണ്ടാകും. ആ ദൈവം കരുതി വെച്ചത് എന്നിലൂടെ പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അത്രമാത്രം നമ്മൾ ചിന്തിക്കുക. നമ്മുടെ കുടുംബത്തിലായാലും വ്യക്തിപരമായ ജീവിതത്തിലായാലും ഓഫീസിലായാലും ഒക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ. ഞാൻ അധ്വാനിക്കുന്നതുകൊണ്ടാണ് ഈ കുടുംബം ഇങ്ങനെ പോകണേ എന്ന് അപ്പം പറയുമ്പോൾ ഓർക്കുക, അപ്പൻ ഇല്ലെങ്കിൽ ഈ കുടുംബം മുന്നോട്ട് പോണ്ടേ. ഇനി അമ്മ പറയാണ്, ഞാനിവിടെ ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഈ കുടുംബത്തിൽ പാചകം നടക്കണത്. നമ്മ ഓർക്കുക, അമ്മയില്ലെങ്കിലും ഈ കുടുംബത്തിൽ ജീവിക്കണ്ടേ. നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുന്നല്ല, നമ്മൾ ചിന്തിക്കുക, നമ്മൾ ഈ വാക്ക് ഇങ്ങനെ അറിയാതെ നമ്മളിങ്ങനെ പറഞ്ഞു പോകും. അതുകൊണ്ട് പരിശുദ്ധ അമ്മ ദൂരം പുകഴ്ത്തേണ്ടതാണ്. പക്ഷെ അമ്മ പറയുന്ന കർത്താവിന്റെ ദാസി. ഇന്ന് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള തിരുനാൾ ദിവസമാണ്. ഈ ലയോള സ്വന്തം മഹത്വത്തിന് വേണ്ടി ഇങ്ങനെ ഓടി നടന്നു. അവസാനം ഒരു അടി കിട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ ദൈവത്തിന് വേണ്ടി ഇങ്ങനെ ഇറങ്ങുകയാണ്. സ്വയം പുകഴ്ച ലഭിക്കാതെ വന്ന് മനസ്സിലായി, മനുഷ്യർ തരുന്ന പുകഴ്ചയല്ല ഏറ്റവും പ്രധാനപ്പെട്ട, ദൈവത്തിൻ്റെ അടുത്താണ് ഏറ്റവും വലിയ മഹത്വം എന്ന് മനസ്സിലായി ദൈവിക വഴിയിലേക്ക് ഗിരീശശ്രീകൾ ഇറങ്ങുകയാണ്. ഇതുപോലെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈ കുർബാനയാണ്. അതുപോലെ നമ്മൾ നിർവഹിക്കുന്ന ഉത്തരവാദിത്തങ്ങളാണ്. ദൈവമേ, നിന്റെ മഹത്വത്തിനായിട്ട് ഞാൻ ചെയ്യുന്നു. എന്ത് സന്തോഷമായിരിക്കും. നമുക്ക് പേരും പ്രശസ്തിക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകില്ല. അവിടെയാണ് സന്തോഷം ലഭിക്കാതെ പോകുന്നത്. പ്രാർത്ഥിക്കാം, ധ്യാനം.